അത് മാലടാ. ജയ് ജയ്. എന്റെ വോട്ട് ശ്രീകാന്തിനാ. ദ്രോഹി. നിങ്ങളുടെ അനിയനെ കണ്ട എല്ലാവരും ഭയപ്പെടുകയാണ്. ഭയത്തിൽ ജീവിക്കുന്നത് മരണത്തിന് തുല്യമാണ്. ധൈര്യമായിട്ട് നിൽക്കുന്നവര് ജയിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരേ രക്തമാണ്. ആ ഭയത്തെ മാറ്റിവെച്ചിട്ട് മുന്നേറാൻ ശ്രമിക്കൂ സർ. നാളത്തെ ഇലക്ഷനിൽ നിങ്ങളുടെ വോട്ട് വളരെ പ്രധാനമാണ്. അത് മറക്കരുത് സർ. ജനാധിപത്യത്തിൽ ഒരു വോട്ടിന്റെ വില എന്താണെന്ന് ഇപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശ്രീകാന്ത് സാറിനെ HDMC നേതാവായി തെരഞ്ഞെടുത്തു. അതേപോലെ അസിസ്റ്റന്റായി ശാരദയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ഭാര്യ. ചേട്ടാ പെഗ് റെഡിയാ ചേട്ടാ. മാറ്റണം, എല്ലാം മാറ്റിയേ പറ്റൂ. എന്ത് പറ്റി? ട്രാക്ടറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ട്രാക്ടർ അല്ല, നമ്മുടെ ആലോചനകളും നമ്മുടെ വിശ്വാസങ്ങളെ. വേറെ ആരെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ കുടുംബത്തോടെ ഇട്ട് ഞാൻ കൊളുത്തിയേനെ. ചേട്ടൻ, നമ്മുടെ ചേട്ടൻ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനെ അടിച്ച് ശരിയാക്കാമെന്ന്. ഞാൻ പറഞ്ഞാ നിങ്ങൾ കേക്കില്ലല്ലോ. ആരെ വേണമെങ്കിലും വിശ്വസിക്കാം, സ്വന്തത്തിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അണ്ണാമല സിനിമയില് രജനികാന്ത് അന്നേ പറഞ്ഞതാ. നമ്മളത് അനുസരിച്ചോ? ഇല്ലല്ലോ. അതാരുടെ തെറ്റാണ്? നമ്മുടെ തെറ്റ് തന്നെയാ. നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അതെന്നാടാ? അതെന്താന്നോ, എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല സ്കൂളിൽ. നാളെ നാട്ടിനകത്ത് കാലെടുത്തേക്ക് മുണ്ട് മേളി കയറ്റി കുത്താവോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനുള്ളപ്പോ അവന്റെ സ്കൂളിലെ പ്രശ്നം പോടാ മിണ്ടാണ്ട് പോയി നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് തലക്കറി ഉണ്ടാക്കാൻ പറയടാ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യും. എന്റെ ചോര വന്നത് പിന്നെ എങ്ങനെയായിരിക്കും? ചേട്ടാ അവരാരെയും വെറുതെ വിടാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തേ തീരൂ. എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യണം? പീക്കിരി റൗഡിയെ പോലെ സംസാരിക്കരുത്. ഇത് ഇലക്ഷൻ സമയവാ. പവർ സംബന്ധപ്പെട്ട കാര്യവും. അനങ്ങാണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. കുടിക്കടാ. കണ്ട ഉടനെ ഒന്നും ഓർക്കണ്ട് പായുന്നതാണ് മൃഗം. സമയം നോക്കി കഴുത്ത് പിടിക്കുന്നവനാ മനുഷ്യൻ. സമയം. നായ്ക്കളെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അല്ലെങ്കിലുണ്ടല്ലോ ഇവറ്റകളൊക്കെ തലേ കയറിയിരുന്ന് നിരങ്ങിക്കളയും. ആ നായ്ക്ക് ഒരു തവണ ചോറ് എടുത്താണല്ലോ കഴിച്ചിട്ട് പോയിട്ട് പോവും. പക്ഷെ വീട്ടിലെ നായ ഉണ്ടല്ലോ, എത്ര കഴിച്ചാലും ഇവിടെ തന്നെ കിടക്കും. ഞാൻ എന്റെ മകനോട് പറഞ്ഞിരുന്നു വീട്ടിലേക്ക് ഒരു നായ വാങ്ങിക്കൊണ്ടു വാടാന്ന്. അവൻ പോയിട്ട് ഒരു ക്രോസ് ബ്രീഡിനെ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നു. അയ്യോ കാലത്തിന് എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? വാട്ട് ഇസ് ദിസ് നോൺസെൻസ് ഫോർ യുവർ കട്ടിംഗ് ഷോപ്പ്? ഇത് വീടാണെന്ന വല്ല ചിന്തയുണ്ടോ? സമാധാനം തരില്ലല്ലോ. ആദ്യമായിട്ടാ കഴുതകള് നായയെ പറ്റി സംസാരിക്കുന്നത് കേൾക്കുന്നത്. അറിവില്ലാത്ത നായേ. എന്നെ കല്യാണം കഴിച്ച സമയത്ത് വീട്ടില് നായകളൊന്നും ഇല്ലെന്ന് പറഞ്ഞാ എന്നെ കൊണ്ടിക്കൊണ്ട് വന്നത്. പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയാ കുരയ്ക്കുന്ന നായ വീടിന് മുന്നിൽ തന്നെ ഉണ്ട്. ഈ കിളവി മരിച്ചതിന് ശേഷം നീ തന്നെയല്ലേ ഈ വീട് നോക്കി നടത്തേണ്ടത്? ഈ രണ്ടെണ്ണത്തിനെ സഹിക്കുന്നതിനും നല്ലത് ഒരു നായെ വാങ്ങി വളർത്തുന്നത് തന്നെയായിരുന്നു. എനിക്കെതിനെ ഇതൊക്കെ എറിഞ്ഞിരുന്നേ? തള്ളേ, പാത്രം എറിഞ്ഞു തന്നത് കണ്ടില്ലേ? ഒരു ഈയപാത്രം ആയിരുന്നെങ്കിലും വിറ്റൊരു ക്വാർട്ടർ വാങ്ങായിരുന്നു. സാരമുള്ള ഒരു പൈന്റ് വാങ്ങിക്കാം. നിന്റെ യോഗ്യത എത്രയുള്ളൂ? പോടാ. നീ വൈകിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നേ? അപ്പോൾ വന്നിട്ട് കാണാം. എടാ നോക്കി തുപ്പടാ വൃത്തിയിട്ടവനെ. സർ സർ വേണ്ട സർ. സർ അറിയാതെ പറഞ്ഞു പോയതാ സർ. സർ വിട്ടിക്ക് സർ. സർ സർ പ്ലീസ് സർ. സർ വേണ്ട സർ. നീ എന്നെ അറിയാതെ പറഞ്ഞതാ. എടാ നീ ആ ബബ്ലിയുടെ കൂടെ എന്താ പുതിയതായിട്ട് കളിക്കുമെന്ന് പറഞ്ഞു? എനിക്കൊന്നും അറിയില്ല സർ. സാറേ ഞങ്ങളുടെ ഏരിയയിലേക്ക് വരില്ലേ? അപ്പൊ കാണിച്ചുതരാം. വിജയനഗര സാമ്രാജ്യത്തിൽ വ്യാപാരികളൊക്കെ മുത്തും രത്നങ്ങളും വഴിയിൽ വെച്ചാണ് വ്യാപാരം നടത്തിയിരുന്നത്. ഒരു ദിവസം രാജാവ് തന്റെ മകനെ തോളിൽ ചുമന്നോണ്ട് വന്ന് വാടാ വന്ന് ഇരിക്കടാ അവിടെ. മര്യാദക്ക് അവിടെ ഇരിക്കാനാ പറഞ്ഞു. ബെല്ലടിക്കുന്നതിന് മുന്നേ നിന്നെ എങ്ങാനും പുറത്ത് കണ്ടാലുണ്ടല്ലോ ബാക്കി ഞാൻ അവിടെ വെച്ച് തരാടാ റാസ്കൽ. ഇവനാ എന്താടാ? ക്വാർട്ടറിന്റെ അത്ര പോലും
ആകെ ഒരു ചാർജർ പിന്നിന്റെ സൈസേ ഉള്ളൂ. ഇനി എങ്ങാനും എന്റെ മോനെ വഴിതെറ്റിക്കാൻ നോക്കിയാണ്ടല്ലോ നീ വിവരം അറിയും പറഞ്ഞില്ല അവിടെ. ഹലോ, എക്സ്ക്യൂസ് മീ. ഓ പ്രേമം സിനിമ നല്ല പടവാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഏയ് നിവിൻ പോളിയാണത്. ആലുവ പുഴ നല്ല പടവാ. എന്താടാ നിന്റെ അച്ഛൻ നിന്നെ പോലെ തന്നെ ചെയ്യുന്നത്? ടീച്ചറെ നിങ്ങൾ ക്ലാസ് നടത്ത്. അതോടെ ആ രാജ്യം തോറ്റു വീണു. ഈ ക്ഷേത്രം ഉണ്ടല്ലോ ടീച്ചറെ, ഇത് പുനരുദ്ധാരണം ചെയ്തതാണ്. ഈ നടയിൽ വെച്ച് ടീച്ചർ എന്ത് പ്രാർത്ഥിച്ചാലും അത് അതുപോലെ സംഭവിച്ചിരിക്കും. അങ്ങനെയാണോ? നടക്കില്ല എന്നൊരു വാക്കേ ഇല്ല. കുറച്ചു നേരം ഒന്ന് ഇരുന്നാലോ? അതിനെന്താ ടീച്ചറെ? ശ്രീകാന്ത് സർ, എന്താ ടീച്ചറെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ധൈര്യമായിട്ട് ചോദിച്ചു ടീച്ചറെ. ഇത്രയും കാലമായിട്ടും പ്രീതത്തിന്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല. അവരെവിടെയാണ്? അല്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. ഏയ് അങ്ങനെയൊന്നുമില്ല. അതൊരു വലിയ കഥയാ. എന്റെ ഭാര്യ ഒരു ലോയറാ, വലിയ വക്കീല്. അവള് വാദിച്ച് 100 കണക്കിന് കേസുകൾ ജയിച്ചിട്ടുണ്ട്. അതിലെ 3/4 ഭാഗവും ശരിക്കും ഡൈവോഴ്സ് കേസായിരുന്നു. അവളങ്ങോട്ട് വാഗ്വാദം തുടങ്ങിയാലുണ്ടല്ലോ. സ്ത്രീകൾക്ക് സമത്വം എന്നൊന്നില്ലേ? തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലേ? താലി കെട്ടിയത് മുതൽ മരണം വരെ ഭർത്താവ്, കുട്ടികള്, വീടെന്നും പറഞ്ഞ് എല്ലാ ഉത്തരവാദിത്വവും അവൾ ചുമക്കുന്നു. അവൾക്കു നേരെയുള്ള മാനസിക പീഡനങ്ങൾ പോലും സഹിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കുന്നു. മൈ ലോർഡ്, ഒരു സ്ത്രീയുടെ ത്യാഗത്തിനും സഹനത്തിനും മുമ്പിൽ യാതൊന്നിനും വിലയില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് അവൾക്കുമില്ലേ? ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. കോർട്ട് ഈസ് അഡ്ജേൺഡ്. മാഡം, എന്റെ ജഡ്ജ്മെന്റ് എപ്പോഴാ വരുന്നത്? ഇത് നോക്ക്, ഇനി ഒരു 25,000 കൂടി തന്നാൽ നിന്റെ കേസ് ഇനിയും സ്ട്രോങ് ആവും. മാഡം, എന്റെ കയ്യിൽ ഈ താലി മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല തരാൻ. ഭർത്താവ് പോലും വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ ആ താലി എന്തിനാ? അത് കൊണ്ടുപോയി കൊടുക്ക്.